ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ലോങ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതൊന്നുമല്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫോക്സ് സ്റ്റൈൽ അല്ലെങ്കിൽ റിംഗോ സ്റ്റൈലിസ് ഓർക്കിഡുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ള ഒരു 5 വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് പറയുന്നതിനും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ ഈ വനമേഖലാ പ്രദേശങ്ങളിലൊക്കെ മരങ്ങളിൽ നിന്ന് നമ്മുടെ നാടൻ ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന വെറൈറ്റി കളക്ട് ചെയ്ത് ഒരുപാട് പേര് വീടുകളിൽ നമ്മൾ ഭംഗിക്കായിട്ട് വളർത്തുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അത് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നവരുണ്ട്. ഈ കാട് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ പ്ലാന്റ് ഇഷ്ടം പോലെ നാടൻ ഫോക്സ് ടെയിൽ കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ആ ഒരു വെറൈറ്റിയുടെ തന്നെ നല്ല ഹൈബ്രിഡ് വെറൈറ്റികളാണ്. നല്ല അടിപൊളി കളേഴ്സും അതുപോലെ ഡിസൈനൊക്കെ വരുന്ന പൂക്കളാണ് കേട്ടോ ഈ റിംഗോ സ്റ്റൈലിസ് അല്ലെങ്കിൽ ഈ ക്രോസ് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ വരുന്നത്. വാൻഡയും അതേപോലെ തന്നെ നോർമൽ റിംഗോ സ്റ്റൈലും ക്രോസ് ചെയ്തിട്ടാണ് ഇതേപോലുള്ള നല്ല അടിപൊളി കളേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഒരു 5 ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സ് ബ്ലൂമിങ് സൈസ് പ്ലാന്റ് റിംഗോ സ്റ്റൈലുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റുകളുടെ സൈസും അതേപോലെ തന്നെ റേറ്റും ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സെയിൽ വീഡിയോസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ റിംഗോ സ്റ്റൈലിസിൻ്റെ സെയിലിനായിട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലെ എല്ലാ പ്ലാന്റും ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ് നമുക്കുള്ളത്. നമുക്കിപ്പോൾ നിലവിൽ ഇതിൻ്റെ സീഡ്ലിങ്സ് അവൈലബിൾ അല്ല. അതേപോലെ മീഡിയം സൈസ് പ്ലാന്റ് ചോദിക്കുന്നവരുണ്ട്. മീഡിയം സൈസും നമുക്ക് അവൈലബിൾ അല്ല. ഒന്നുകിൽ നമുക്ക് സീഡ്ലിംഗ് അല്ലെങ്കിൽ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ്, ഈ 2 കാറ്റഗറിയിലാണ് കേട്ടോ പ്ലാന്റ് വരാറുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ബ്ലൂമിങ് സൈസിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് ചില പ്ലാന്റുകളിലൊക്കെ ഓൾറെഡി ഇത് ഫ്ലവർ ചെയ്തതിൻ്റെ ഫ്ലവർ സ്പൈക്കുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. നമ്മൾ വാൻഡ കാണുന്ന പോലെയല്ല, റിംഗോ സ്റ്റൈല് കുറച്ച് സൈസിൽ ചെറുതാണ്, വാൻഡയുടെ അത്രയും സൈസ് വരില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്യുമോയെന്നൊക്കെ ചിലരൊക്കെ നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെ കണ്ടോ, ഇതൊക്കെ ഫ്ലവർ ഓൾറെഡി വന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു സ്പൈക്കിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഗാർഡനിൽ നല്ല പോലെ ഫ്ലവർ ചെയ്യും. അതേപോലെ നല്ല മണമുള്ള പൂക്കളാണ് കേട്ടോ റിംഗോ സ്റ്റൈലിൻ്റെ വരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ടൈം നമുക്ക് ഫ്ലവർ ചെയ്ത ഒരു സ്പൈക്കാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 2 കൊല പൂക്കൾ വന്നത് അപ്പുറത്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ ഫ്ലവർ ചെയ്യുമെന്നുള്ള ഡൗട്ടൊന്നും ആർക്കും വേണ്ട. അതേപോലെ 800 രൂപയാണ് റിംഗോ സ്റ്റൈലിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് റെഡ്, പർപ്പിൾ, ബ്ലൂ, അതുപോലെ ഓറഞ്ച്, വൈറ്റ്, ഇങ്ങനെ 5 കളേഴ്സാണ് നമുക്കിപ്പോൾ നിലവിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുക. 5 പ്ലേയുടെ ഹാർഡ് ബോക്സിലാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത്. അപ്പോൾ പ്ലാന്റ് വാങ്ങുന്നതിനും മറ്റുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യാൻ ശ്രമിക്കരുത്, മെസ്സേജ് അയയ്ക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അതേപോലെ ഒരു റിംഗോ സ്റ്റൈലെങ്കിലും നമ്മുടെ കളക്ഷനിലേക്ക് ഓർക്കിഡ് കളക്ടേഴ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്